ോടും ഉണർത്തുകയാണ്. ളുഹാ നമസ്കാരം എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം നാളത്തെ ളുഹാ മുതൽ നമ്മളെല്ലാവരും ആരംഭിക്കണം. എന്താ, നമ്മൾ തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായും നാളത്തെ ളുഹാ ആ പ്രഭാതം മുതൽ നമുക്ക് ഈ സുന്നത്ത് നടപ്പിൽ വരുത്തുകയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയ്യത്ത്, അവിടുത്തെ മഹത്തായ ഉപദേശത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മനുഷ്യന്റെ ശരീരത്തിൽ 360 അസ്ഥികളുണ്ട് എന്നാണ്. മനുഷ്യ ശരീരത്തിൽ 360ഓളം അസ്ഥികൾ, അവന്റെ വിരലുകൾ ഓരോന്നും അടങ്ങുന്ന ഓരോ അസ്ഥികൾ, ഇങ്ങനെ ടോട്ടൽ ബോഡിയിൽ 360ഓളം അസ്ഥികളുണ്ട്, ചെറുതും വലുതുമായിക്കൊണ്ട്. ആ നിലക്കുള്ള പ്രത്യേകമായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത്, ഈ ഓരോ അസ്ഥികളും നിർവഹിക്കുന്ന ഓരോ പ്രത്യേകമായ ഡ്യൂട്ടി അല്ലാഹു റബ്ബുൽ ആലമീനിനോട് നമ്മൾ അതിനൊക്കെ പകരമായി ശുക്ർ രേഖപ്പെടുത്തുവാനും സദഖ ചെയ്യുവാനും ധർമ്മം ചെയ്യുവാനുമൊക്കെ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, അമൻ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ 360 അസ്ഥികൾക്കും അതല്ലെങ്കിൽ ആ നിലക്കുള്ള സന്ധികളുടെയും പേരിൽ ധർമ്മം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഇതിന്റെ പേരിൽ ധർമ്മം ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കാനാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 360 സദഖ, 360 സന്ധികൾക്ക് പകരം നിൽക്കുന്ന, 360 സദഖക്ക് പുണ്യം നിൽക്കുന്ന, സമം നിൽക്കുന്ന ഒരു ഇബാദത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. ഫറകഅത അദ്ദുഹാ തുജ്സിയാനിക്, ളുഹാ സമയത്തുള്ള 2 റക്അത്ത് നിസ്കാരം ഇതിന് കിടപിടിക്കും, ഇതിന് നിനക്ക് തുല്യമായി നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അവിടുന്ന് വിശദീകരിച്ചു, അതെ, എല്ലാ തസ്ബീഹുകളും സദഖയാണ്, തഹ്മീദ് അൽഹംദുലില്ലകൾ സദഖയാണ്, അല്ലാഹു അക്ബറുകൾ ധർമ്മമാണ്, സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കൽ ധർമ്മമാണ്, ദുരാചാരങ്ങളെ വിരോധിക്കൽ ധർമ്മമാണ്. വയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനദ്ദുഹാ, ഇവക്കെല്ലാമായി പകരം നിൽക്കുന്ന, നമുക്ക് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് ദുഹാ സമയത്ത് നിർവഹിക്കപ്പെടുന്ന 2 റക്അത്ത് നമസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു 2 റക്അത്ത് ആ സമയത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഏറിയാൽ 5 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. 5 മിനിറ്റ് നിസ്കാരം, ആ 5 മിനിറ്റ് കൊണ്ട് നിർവഹിക്കുന്ന 2 റക്അത്ത് സമം 360 സദഖ. ദിനേന 360 സദഖ ചെയ്യുന്നതിന് സമാനമാണ് ദിനേന 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നിർവഹിക്കാവുന്ന 2 റക്അത്ത് ളുഹാ നമസ്കാരം എന്ന് എന്റെ സഹോദരങ്ങൾ, ഞാൻ അടക്കമുള്ളവർ മനസ്സിലാക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുകയാണ്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസിയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ശഹ്രിൻ വറകഅത്തയുൽ ളുഹാ വഅൻ നൂതിറ ഖബ്ല അൻ അർഖുദ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലായ പ്രവാചകൻ എന്നോട് വസിയത്ത് നടത്തുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയാണ്, 3 കാര്യങ്ങൾ കൊണ്ട് അവിടുന്ന് എന്നോട് വസിയത്ത് നടത്തി. ഏതൊക്കെയാണത്? എല്ലാ മാസവും നീ 3 നോമ്പ് അനുഷ്ഠിക്കണം, എല്ലാ മാസവും 3 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക. അതിപ്പോ 13, 14, 15 അങ്ങനെയാവാം. ഇനി അതല്ലെങ്കിൽ ആദ്യത്തെ 10-ൽ നിന്നൊരു ദിവസം, രണ്ടാമത്തേതിൽ നിന്നൊരു ദിവസം, മൂന്നാമത്തേതിൽ നിന്നൊരു ദിവസം, ഏതായിരുന്നാലും ഒരു മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കാൻ എന്നോട് കൽപ്പിക്കുകയുണ്ടായി. 2 റക്അത്തെങ്കിലും ളുഹാ നിസ്കരിക്കാൻ, ളുഹാ നമസ്കാരത്തിന്റെ 2 റക്അത്ത് എന്നോട് വസിയ്യത്ത് ചെയ്യുകയുണ്ടായി. പിന്നീട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഅൻ നൂതിറ ഖബ്ല അൻ അർഖുദ, ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പേ വിത്ർ നിസ്കരിക്കണം എന്നോട് കൽപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് മഹാനവറുകളോട് അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന് ഉറങ്ങിയാൽ തഹജ്ജുദിന്റെ സമയത്ത്, പ്രഭാതത്തിന്റെ സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് എഴുന്നേൽക്കുവാൻ പ്രയാസമുള്ളത് കൊണ്ടായിരുന്നു. അങ്ങനെ എഴുന്നേൽക്കാൻ പ്രയാസമില്ല, എഴുന്നേൽക്കുമെന്ന് തോന്നുന്നുവെങ്കിൽ രാത്രിയിലെ നമ്മുടെ ആ നമസ്കാരം സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയത്തിലേക്ക് നീട്ടി രാവിന്റെ അവസാന സമയങ്ങളിൽ നിർവഹിക്കുന്നത് തന്നെയാണ് ഉത്തമം. അതേ അവസരത്തിൽ ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ സുബഹിക്കല്ലാതെ ഉണരൂല, ഇങ്ങനെ നിസ്കരിക്കാൻ അവസരം കിട്ടൂല എന്ന് വന്നാൽ അവരെല്ലാവരും വിത്ർ നമസ്കരിച്ച് ഉറങ്ങലാണ് ഏറ്റവും നല്ലത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് മഹാനവറുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅൻ നൂതിറ ഖബ്ല അൻ അർഖുദ,
എന്ത്? ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കപ്പെടണം. വിത്ർ നിസ്കരിക്കാനുമാണ് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇത് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ അദഉഹുന്ന ഫീ സഫരിൻ വലാ ഹളരിൻ. യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഞാൻ ഇത് ഉപേക്ഷ വരുത്താറില്ല. അപ്പൊ സാധാരണഗതിയിൽ യാത്രക്കാർക്ക് മറ്റു സുന്നത്ത് നിസ്കാരങ്ങള്, ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ആവശ്യമില്ല യാത്രക്കാരന്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ സഹാബിയോട് പറഞ്ഞ കാര്യത്തിൽ ളുഹാ നിസ്കാരം യാത്രയിലാണെങ്കിലും നമുക്ക് സുന്നത്തുണ്ട്. അപ്പൊ അത് എല്ലാ സഹോദരന്മാരും നമ്മുടെ ജീവിതത്തിൽ പ്രയോഗരംഗത്ത് കൊണ്ടുവരാൻ നാളെ മുതൽ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എത്ര റക്അത്തിന് നമസ്കരിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം നിർവഹിച്ച റക്അത്തുകളുടെ വിവിധ